എന്തും ഗുരുക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ അതിന് സൂക്ഷ്മത്തിലൊരർത്ഥം കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ സ്ഥൂലാർത്ഥം അന്വേഷിച്ച് പോയി സത്യം അറിയാതെ പോവാണ്. നമ്മൾ ഇന്ന് ക്വാളിറ്റി കുറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് 6 നേരം ഭക്ഷണം കഴിക്കണം. ആ വ്യക്തിക്ക് ക്വാളിറ്റി കൂടിപ്പോയതുകൊണ്ട് ആ വ്യക്തിക്ക് ഭക്ഷണം വേണ്ട. വെറുതെ സൂര്യനിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായി, നാളെ അത് എന്ത് പറയുന്നറിയാമോ? ഇത് ഗുരുജിയുടെ വച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റി ഉണ്ടാവും. ഭാര്യയുടെ അനുഗ്രഹം കിട്ടിയാൽ ദേവതമാരുടെ അനുഗ്രഹമാണ്. ആ പൊങ്ങി നോക്കാനുള്ള നമ്മളുടെ അസൗകര്യം, താഴ്ന്നു നോക്കാനുള്ള നമ്മളുടെ മനസ്സില്ലായ്മ, ഇവിടെയാണ് പ്രശ്നം. നമ്മൾ എങ്ങനെയാണെങ്കിലും അത് കണ്ടേ പറ്റുള്ളൂ എന്ന് എഴുതിക്കൊണ്ട് ഇത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരും. വളരെ സന്തോഷം ഗുരുജി. അതുപോലെ തന്നെ ഗുരുജിയോട് ചോദിക്കേണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു പ്ലാൻ. എന്തായാലും നമുക്ക് ഇതിനോടൊപ്പം കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ സന്തോഷം. നമ്മുടെ അന്ന് ഈ കോൺക്ലേവ് നടക്കുന്ന വേദിയിൽ ഒരാളൊരു സംശയം ചോദിച്ചു. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴത് വന്നു, സൂര്യനിൽ നിന്ന് എങ്ങനെയാണ് കുട്ടി ഉണ്ടാകുക എന്ന് പറയുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ആ പറയുന്ന ആൻസർ ചിലപ്പോൾ ഡൈജസ്റ്റ് ആവണമെന്ന് തന്നെ ഇല്ല. പക്ഷെ ഒരു സാധനയിലോ ഉപാസനയിലോ നിൽക്കുന്നവർക്ക് അതിൻ്റെ അർത്ഥം ക്ലിയറാണ്. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ആ ഒരു പോർഷൻസിൽ ചോദിച്ചതും ഇവിടെ ഞാൻ ഗുരുജിയോട് ചോദിക്കുന്നതും ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാമോ? ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം, ആ ഉത്തരത്തിലേക്ക് പോകണ്ട. ശരി. ഇവിടെ സൂര്യോപാസന ചെയ്യണ പണ്ടൊരു ഗുരു ഉണ്ടായിരുന്നു ഇല്ലേ? അതെ അതെ അതെ. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വന്നില്ല, പല പേരിലാണ് പറയുന്നത്, സൂര്യാജി എന്ന് എന്തൊക്കെയാണ് പറയണത്. അതെ. യഥാർത്ഥത്തിലെ പേര് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും വേണ്ടായിരുന്നു ഇല്ലേ? അതെ. നമുക്കെല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ? അതെ. എന്നാൽ ഈ SMS സൺമൂൺ സ്റ്റാർ മെഡിറ്റേഷൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും റാൻഡം നമ്പർ എടുത്തിട്ട് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, അവർക്ക് ഭക്ഷണം എത്ര % കുറഞ്ഞു എന്ന്. അവരെല്ലാവരും ഒരുപോലെ ഉത്തരം പറയും, 4-3% കുറഞ്ഞു എന്ന്. അപ്പോൾ അതായത് 1% ഫുഡേ ഇപ്പോൾ ആവശ്യമുള്ളൂ. ഞാനുൾപ്പെടെ എൻ്റെ മെഡിറ്റേഷൻ ചെയ്ത് പോയിട്ടുള്ള എല്ലാവരും 4-5 ടൈം ഫുഡ് കഴിക്കുന്നവരായിരിക്കും. നമ്മളൊരു രാവിലെ മീൽ കഴിക്കും, ഇൻബിറ്റ്വീൻ ഒരു ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് ഒരു മീൽ കഴിക്കും, ഇൻബിറ്റ്വീൻ ഒരു ഫുഡ് കഴിക്കും, വൈകിട്ട് ഒരെണ്ണം കഴിക്കും, അത്താഴം കഴിക്കും. മിനിമം 6 നേരം നമ്മൾ ഫുഡ് കഴിക്കുന്നവരാണ് അല്ലേ? അതെ. ഇതിൻ്റെ ഇടയിൽ ചായയും കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് കുടിക്കും. അത് നമ്മൾ ഫുഡായിട്ട് കൂട്ടണ്ട. ഇത്രയും നമ്മൾ ചെറുകടി ഇതുമായിട്ട് കഴിക്കുന്നുണ്ട്. ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് ആരോഗ്യമില്ലാതെ നടക്കുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റിലും കാണുന്നത് അല്ലേ? എന്നാൽ ഈ പറയുന്ന സൂര്യോപാസന ചെയ്യുന്ന ആ വ്യക്തി ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ അല്പമാത്രം നാമത്തിന് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജീവിച്ച് സമാധിയായും തോന്നുന്നില്ലേ? ഇപ്പം ഇല്ല, സമാധിയായിപ്പോയി. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതൊരാൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല, ഇത് എനിക്കും അങ്ങേക്കും ഈ TV കണ്ടിരിക്കുന്ന എല്ലാവർക്കുമുള്ള ക്വാളിറ്റിയാണ്. നമ്മൾ ഇന്ന് ക്വാളിറ്റി കുറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് 6 നേരം ഭക്ഷണം കഴിക്കണം. ആ വ്യക്തിക്ക് ക്വാളിറ്റി കൂടിപ്പോയതുകൊണ്ട് ആ വ്യക്തിക്ക് ഭക്ഷണം വേണ്ട. ഇപ്പോഴും നോർത്തിൽ ഒരു ഗുരുവിനെ എനിക്കറിയാം, ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇരിപ്പുണ്ട്. പക്ഷെ ആ മനുഷ്യൻ സംസാരിക്കില്ല, ഒരു ഗുണമില്ല. അങ്ങനെ ഒരു ഗുരു ഉണ്ടാവുന്നതുകൊണ്ട് ആർക്കാ ഗുണമുള്ളത്? അടുത്ത ഡയമെൻഷനിൽ ഗുണമുണ്ട്, നമ്മളെപ്പോലുള്ള സമൂഹത്തിലെ ജീവജാലങ്ങൾക്ക് ഗുണമില്ല. നമ്മളെപ്പോഴും ചിന്തിക്കണം എന്താണെന്നറിയാം, ഇങ്ങനെ ഒരു സന്യാസി ഉണ്ടായിട്ട് ആർക്കാ ഗുണം എന്നാണ്. ആ സന്യാസി ഉള്ളതുകൊണ്ട് ഈ ഡയമെൻഷനിലല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അനദർ ഡയമെൻഷനിലൂടെയാണ്. അദ്ദേഹം ചിലപ്പോൾ ഈ ഡയമെൻഷനിലുള്ള നെഗറ്റീവ് എനർജിയെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ശരി. അത് നമ്മൾ അറിയണില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ശ്രീനാരായണപുരം അവിടെ ചുമ്മാ സമാധി മണ്ഡപം ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു കാര്യം ചേർന്നൊരു ബാറും കൂടെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? വരും സമൂഹം ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശ്രീനാരായണപുരത്തിൻ്റെ ആൾക്കാർ വരുന്നവർ ഇപ്പോൾ ഒരു ബാറും കൂടി ഇരുന്നോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുദേവൻ അവിടെ നിന്ന് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷ്മ ലോകത്ത് ചെല്ലണം. അതുപോലെ തന്നെയാണ് ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ ഉത്തരവും വരണത്. നമ്മൾ ഈ സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഞാൻ സൂക്ഷ്മത്തിൽ അതിനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നത് കൊണ്ട് ഗുണം വേണം. യേശുക്രിസ്തു സൂര്യനിൽ നിന്ന് പുത്രനായിട്ട് ജനിച്ചതാണ്. അദ്ദേഹത്തിന് അവസാനം എത്രയോ പീഡനം കൊടുത്താണ് കൊന്നു കളഞ്ഞത്. എനിക്കതിന് സമാധി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാൽവരി മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആരെങ്കിലും അതുപോലെ ഈ ദയനീയമായ യാത്രയ്ക്ക് തയ്യാറാവുമോ? ഇല്ല. നമ്മളെ ആരെങ്കിലും ഇങ്ങനെ കൊല്ലാൻ വരിക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കണ്ടം വഴി ഓടും. പക്ഷെ ക്രിസ്തുദേവൻ അതിനു വേണ്ടി തയ്യാറെടുത്ത് ഈ പീഡനം മുഴുവൻ അനുഭവിച്ച് കുരിശിലേറി. എന്നിട്ട് അവിടുന്ന് അപ്രത്യക്ഷനായി.
ഈ അപ്രത്യക്ഷനായത് എങ്ങനെയാണ്? ആ വ്യക്തിയുടെ ശരീരത്തിലെ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺസ് ഇതിൻ്റെ കൺട്രോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് പോയ പ്രകാശത്തിന് അതിൻ്റെ ശരീരത്തിൽ തട്ടി തിരിച്ചു വന്നില്ല. അത് അവിടെ നിന്ന് ഡിസപ്പിയർ ആയെന്ന് നമ്മൾ ധരിക്കുന്നു. ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അതെ, ഇത് എനിക്കറിയാവുന്ന സത്യമാണ്. ക്രിസ്ത്യാനികൾ വിശ്വസിച്ചോളുന്ന ഒരു നിർബന്ധവുമില്ല. ക്രിസ്തുവിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ജീവിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിച്ചാലേ ക്രിസ്തുവിനെ കാണാൻ പോലും പറ്റുള്ളൂ. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ എന്ന് പറയുമ്പോൾ അടുത്ത വീട്ടിലുള്ള മനുഷ്യ വ്യക്തികളെ അല്ല ഉദ്ദേശിച്ചത്, അടുത്ത് തന്നെയുള്ള ഉറുമ്പിനെയും പാറ്റയെയും ഈ കാണുന്ന സൂക്ഷ്മജീവികളെയാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞത്. എന്തും ഗുരുക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ അതിന് സൂക്ഷ്മത്തിലൊരർത്ഥം കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ സ്ഥൂലാർത്ഥം അന്വേഷിച്ച് പോയി സത്യം അറിയാതെ പോവാണ്, മായ കൊണ്ട് മൂടപ്പെടുകയാണ്. അപ്പം നമുക്ക് ഈ ശ്രേഷ്ഠമായിട്ട് കിട്ടിയിട്ടുള്ള ഈ ജന്മം നമ്മൾ എപ്രകാരം എത്രയും മഹത്തരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാതെ, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റും ചെയ്യാതെ പോകാൻ പറ്റുമോ, നമുക്ക് ഇവിടുത്തെ ജീവിതം ഏറ്റവും ധന്യമാക്കി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ സൂര്യനിൽ നിന്നൊരു കുട്ടി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഉദാഹരണം കൂടി പറയുകയാണ്. കർണൻ ഇവിടെ ജനിച്ചു, സൂര്യനിൽ നിന്ന് പുത്രനുണ്ടായതാണ്. ആ അമ്മയുടെ ഒരു ദുരാഗ്രഹം കൊണ്ട് സംഭവിച്ചു പോയതാണ്. സൂര്യപുത്രൻ സൂതപുത്രനായിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്, ഇല്ലേ? ശരി. എനിക്ക് ഇതേ സൂക്ഷ്മം അറിയാവുന്ന വ്യക്തി തന്നെയാണ്. ഒരു സൂര്യപുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സൂര്യപുത്രനാണെന്ന് ഇനി ലോകം അറിയണം. അത് സൂതപുത്രനായിട്ട് പോകരുത്. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം ഞാൻ ഇതിനെ പ്ലാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇന്ന് നമുക്ക് റിസർച്ച് സെൻ്റർ ഉണ്ട്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി വരും. ആ യൂണിവേഴ്സിറ്റിക്ക് ഗവൺമെൻറ് അംഗീകാരം ഉണ്ടല്ലോ. അതിനകത്തുള്ള റിസർച്ച് സെൻ്ററിനകത്ത് സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാവാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങളെപ്പോലെയുള്ള വേൾഡ് വൈഡ് സ്പിരിച്വൽ കോൺക്ലേവ് നടത്തുന്ന ആൾക്കാരാണല്ലേ. നിങ്ങളെപ്പോലുള്ളവരൊക്കെ അതിന് തയ്യാറെടുത്താൽ ഇത് ലോക രാജ്യങ്ങൾ അറിയും. അവർ പഠിക്കാൻ വേണ്ടിയിട്ട് വരും. ഇന്ത്യക്കാർക്ക് ഇത് വേണ്ട. വിദേശീയർ ഇത് പഠിക്കാൻ വരുമ്പോൾ വിദേശീയർക്ക് അറിയണം ഇതെന്താണ് ഇതിൻ്റെ സത്യം എന്ന്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് തയ്യാറുള്ള പെൺകുട്ടി വിദേശത്ത് നിന്ന് കൊണ്ടോട്ടെ, അവർ ലോകത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും കൊണ്ടുവന്നോട്ടെ, ഞാൻ അവരെ മെഡിറ്റേഷൻ ചെയ്യിപ്പിച്ച് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കും. അവരുടെ ക്ലോസ് സർക്യൂട്ടിൽ അവരുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ടീം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ കുട്ടി ഗർഭിണിയാവുന്നത് മുതൽ ആ കുട്ടി വളരണ ഓരോ സ്റ്റേജും അവർ സ്റ്റഡി ചെയ്തോട്ടെ. എന്നാൽ ഇത് ലോകത്തിനൊരു വാർത്തയാവും. ശരി. അല്ലാതെ വെറുതെ സൂര്യനിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായി, നാളെ അത് എന്ത് പറയുന്നറിയോ, ഇത് ഗുരുജിയുടെ വച്ചാണ്. എനിക്ക് ഇങ്ങനെയുള്ള മോഹങ്ങളൊന്നുമില്ല, ഒരു ദുരാഗ്രഹവും ഇല്ല. ഞാൻ ഈ ഭാരത സംസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സത്യത്തെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇന്നും നമ്മൾ വളർന്നു എന്ന് പറയുന്നത് നമ്മൾ വളർന്നിട്ടില്ല. കല്ലിൽ നിന്ന് നാദമുണ്ടാക്കുന്ന ഗുരുക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്രയോ ഉയരത്തിൽ ഇത്രയും ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ കയറ്റി അതിനെ പണിയാൻ വേണ്ടി അന്ന് ഉപയോഗിച്ച ടെക്നോളജി ഏതായിരുന്നു? അന്നും ഈ നമ്മുടെ ഈ കാണുന്ന സമൂഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ ക്ഷേത്രം പണിയുന്നവനെ കളിയാക്കിയാണ്. ഇയാൾക്ക് വട്ടാണ്ടോ കല്ലുരുട്ടി മോളി കയറ്റാന്നും പറഞ്ഞു. എന്ത് പറഞ്ഞാലും നമ്മുടെ സമൂഹം നെഗറ്റീവ് മാത്രം അന്വേഷിക്കുന്ന ഒരു സ്വഭാവമായിട്ട് മാറിപ്പോയി. മാറും. ഇത് അതിൻ്റെ ഒരു സ്റ്റേജാണ്. അതിനൊരു ഭാഗമായി ഈ എന്താ പറയുക കല്ലേറ് കൊള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു ജീവിതമാണ്. പക്ഷേ ഇവിടെയും ഞാനൊരു ആത്മാർത്ഥമായിട്ട് സത്യം പറയാം, യേശുക്രിസ്തുവിൻ്റെ വിധി നമുക്കില്ലല്ലോ. ബ്രഹ്മജ്ഞാനിയായിട്ട് ഇത്രയും ഉയർന്ന തലത്തിൽ അല്ലെങ്കിൽ ഇത്രയും മഹത്തരമായിട്ടുള്ള ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ ആചരിക്കുന്ന ഇങ്ങനെ ഒരു ഗുരുവായിട്ട് ജനിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഒന്ന് ആലോചിച്ച് നോക്കും. ശരിയാ. എനിക്കത് ഓർക്കുമ്പോൾ എനിക്ക് കണ്ണുനീര് വരും. എന്നെ ആരും പരിഹസിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല. പേന കൊണ്ടും ടൈപ്പിംഗ് കൊണ്ടും വേർഡ് കൊണ്ടും അല്ലേ. ശരീരം പീഡിപ്പിക്കപ്പെടുന്നില്ലോ, അത് ഭയങ്കര വേദനയാണ്. ഭാരതത്തിൽ ശങ്കരാചാര്യരെ ആരും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടില്ല, ശരിയല്ലേ? ശ്രീനാരായണ ഗുരുവിനെ ഉപദ്രവിക്കാൻ കത്തിയായിട്ട് പോയി ഇന്നവൻ്റെ മനസ്സ് മാറി നന്നാവുക ചെയ്തത്. ബുദ്ധഭഗവാന്റെ അടുത്ത് കൊല്ലാൻ വേണ്ടി ചെന്നവൻ ശിഷ്യനാവുക ചെയ്തത്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഒരു ഗുരുവിനെ പോലും ആരും ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ഭാരതത്തിൻ്റെ മാത്രം പ്രാധാന്യമെന്ന് നമ്മുടെ പാരമ്പര്യം എടുത്തു വെച്ചൊന്ന് പഠിക്കണം. ഞാൻ എല്ലാവരോടും വളരെ എളിമയോടെ പറയാം, അഹങ്കാരം കൊണ്ടല്ല. എൻ്റെ ശബ്ദം ഇങ്ങനെയായിപ്പോയി.
എൻ്റെ ടൂൺ എങ്ങനെയായിപ്പോയി. നേരെ മറിച്ച് എനിക്ക് സംസ്കൃതം അറിയാവുന്ന ഒരു പണ്ഡിതനായിരുന്നെങ്കിൽ ഇതെല്ലാം ശ്ലോകത്തിൽ ചൊല്ലുമ്പോൾ ഉണ്ടല്ലോ 10 പ്രമാണം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വളരെ എളിമയുള്ളവനായിട്ട് മാറും. ഞാൻ പ്രമാണത്തെ തൊടാത്തത് കൊണ്ടാണ് ഞാൻ അഹങ്കാരിയാന്ന് തോന്നണ പോലും. ശരിയാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഒന്നിൻ്റെ സപ്പോർട്ടിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അഹങ്കാരമില്ല. ഇവിടെ എനിക്ക് അഹങ്കാരമില്ല, എനിക്ക് ദൃഢത മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നതിനകത്ത് വ്യക്തതയുണ്ട്. പക്ഷെ പ്രമാണത്തെ ഞാൻ തൊട്ട് പറയാത്തത് കൊണ്ട് ആളുകൾ ധരിക്കും ഇയാൾക്ക് മാത്രമാണ് അറിവുള്ളൂ, ഇയാൾ ചുമ്മാ തള്ളുകയാണ്. സത്യത്തിൽ ഞാനല്ല തള്ളണത്, ഞാൻ സത്യമാണ് പറയണത്. പ്രമാണം വായിക്കുന്നവന് തെറ്റുപറ്റാം, അതെ, അവൻ്റെ ചിന്തയിൽ നിന്ന് തെറ്റുപറ്റാം, പറയുന്നതിൽ തെറ്റുപറ്റാം, ആ പ്രമാണത്തിലെ തെറ്റ് പോലും ആവാം, മനസ്സിലാക്കിയതിലും. അതെ അതെ, എനിക്ക് തെറ്റ് വരണില്ല. അഹങ്കാരമല്ല, എളിമയാണ്. മനസ്സിലായി. എന്തായാലും വളരെ സന്തോഷം ദസ്മേ ഗുരുജി, താങ്കളുമായിട്ട് ഇത്രയും സമയം സംസാരിക്കാൻ പറ്റിയതിലും. അതിലുപരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റി. ജ്യോതിഷപരമായും ആധ്യാത്മികപരമായും. ജ്യോതിഷപരമായിട്ടുള്ള സംസാരങ്ങൾ തീർന്നിട്ടില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് സ്റ്റോക്സ് ഇനിയുമുണ്ട്. ഞാനൊരു പരിധിക്ക് അത് സ്റ്റോപ്പ് ചെയ്തതാണ്. അതല്ല വേണ്ടതെന്ന് എനിക്ക് ഒരു ബോധ്യം വന്നു. അതുകൊണ്ടാണത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. താങ്കളോട് സംസാരിക്കുമ്പോൾ ആ ഒരു പോർഷൻ ഞാൻ വിചാരിച്ച് വന്നത് ഇതിനെ വേറൊരു തലത്തിൽ ഡിബേറ്റ് ചെയ്യണം, ഇതിനൊരു കുറച്ചുകൂടെ ഒരു കൂലങ്കർഷമായി സംസാരിച്ച് സാധാരണ ആൾക്കാരിലേക്ക് എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിലേക്കൊരു ഒരു മെസ്സേജ് താങ്കൾ വഴി കൊടുക്കണമെന്നുള്ളതായിരുന്നു. ഞാൻ തരാലോ. അല്ല, അതിപ്പം അത് എല്ലാ രീതിയിലും അവിടെ ഗുരുജി ഒരു കൺക്ലൂഷൻ കൊടുത്തു. അപ്പോൾ പിന്നെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും വളരെ സന്തോഷം. സാധാരണപ്പെട്ട ആൾക്കാർക്ക് എല്ലാ രീതിയിലുള്ള ജ്യോതിഷപരമായും ആധ്യാത്മികപരമായും ഉയരാൻ കഴിയട്ടെ, നല്ല ഗുരുവര്യന്മാരിലെത്താൻ കഴിയട്ടെ, അവരുടെ കർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് കർമ്മത്തിനനുസൃതമായ ഒരു ജീവിതം അവർക്കുണ്ടാകട്ടെ. അതിനുമപ്പുറം ഈ പറയുന്നതിനകത്ത് ഞാൻ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും പവറില്ലാത്തതല്ല. ക്ഷേത്രവും ക്ഷേത്ര ആചാരങ്ങളും കൃത്യമായ സിസ്റ്റത്തിലൂടെ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ തലേദിവസം നമ്മൾ അധർമ്മം ചെയ്തിട്ട് ഇന്ന് ക്ഷേത്രത്തിൽ പോയാൽ ഫലം കിട്ടില്ല. നിങ്ങളൊരു 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ പോകും, നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുന്നത് ധർമ്മപത്നിയാണെന്നും അർദ്ധാംഗണിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ട് നിങ്ങൾ സമീപിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റി ഉണ്ടാവും. ഭാര്യയുടെ അനുഗ്രഹം കിട്ടിയാൽ ദേവതമാരുടെ അനുഗ്രഹമാണ്. ശരിയാ. ഇങ്ങനെ ഓരോന്നിലും നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതെ, അല്ല ഞാൻ ഒന്നിനും എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞല്ല, ഞാൻ സത്യത്തെ മാത്രം. അല്ല, എനിക്കത് വളരെ ക്ലിയറാണ്. തസ്മൈ ഗുരുജിയുടെ പല ഇൻ്റർവ്യൂസിന് മുമ്പ് ഞാൻ കാണുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം എല്ലാവരുടെയും ആൾക്കാരുടെ ഇൻ്റർവ്യൂ ഞാൻ സമയം കിട്ടുമ്പോൾ വാച്ച് ചെയ്യാറുണ്ട്. അവരുടെ പെർസോണ പഠിക്കാൻ ശ്രമിക്കാറുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ താങ്കളുടെ ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത്, ഇപ്പോൾ താങ്കളൊരു മഹാദേവനെ ഉപാസിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും അതേ പരമ്പരയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ട് വിമർശനങ്ങൾ വരുന്നു എന്നുള്ളത് ഒരു 6-7 മാസം മുൻപ് ഞാനെക്കുറിച്ചൊന്ന് പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് താങ്കൾ പോയി, പിന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി, സംസാരിക്കൂ, യാദൃശ്ചികമായിട്ട് വന്നു. എന്തായാലും ആ ഒരു വലിയൊരു വിഷൻ നടക്കട്ടെ കേരളത്തിനകത്ത്. താങ്കൾ പറഞ്ഞ ഒരു വാല്യുബിൾ പോയിന്റ് വളരെ കറക്റ്റാണ്. അതായത് കേരളത്തിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. ഉയർന്ന ലെവലിൽ വരികയാണെങ്കിൽ കേരളം അടുത്ത ലെവലിലേക്ക് വരും. അതിനുവേണ്ടി ഈ പറയുന്ന 2 ദൗത്യങ്ങൾ തസ്മൈ ഗുരുജിക്ക് ചെയ്യാൻ കഴിയട്ടെ. അതിലും അപ്പുറം റിവേഴ്സ് എഞ്ചിനീയറിംഗ് പൂർവാധികം ഭംഗിയായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ഇമ്മീഡിയറ്റ്ലി വരട്ടെ. സാധാരണപ്പെട്ട എല്ലാ ആൾക്കാരും റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യുന്നവർ അതിലേക്ക് വരട്ടെ. അതിലും അപ്പുറം ഡിസർവ് ചെയ്യുന്ന ആൾക്കാർ SMS മെഡിറ്റേഷനിൽ വരട്ടെ. നന്ദി, നമസ്കാരം. വളരെ സന്തോഷമുണ്ട്.